കുറേ നാളായി ഗോപ്രോ എന്ന് കേൾക്കുന്നു. ഇന്നാ കാണുന്ന സാധനം കൈ കിട്ടിയത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം വരുന്നത്. സോറി. ഹായ്, വെൽക്കം ടു US ഫാമിലി വ്ളോഗ്. US ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടങ്ങൾ കൂട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അതേ, ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും കിടന്ന് ഉറക്കാണ്. ഇന്ന് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. കുവൈറ്റ് നല്ല ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുകയാണ്. പിള്ളേരും കൊണ്ടൊക്കെ പുറത്ത് പോകാനും ഔട്ടിങ്ങിനൊക്കെ പോകാനും ഒരു പറ്റിയ ക്ലൈമറ്റാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ മഴ പെയ്തെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. നല്ല രീതിയിൽ മഴ പെയ്തതായിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണുള്ളൂ ഞങ്ങൾ എവിടെ എത്തിയെന്നുള്ളത്. ഞങ്ങളിപ്പോൾ എക്സൈറ്റ് അൽഗാനത്തിൻ്റെ ഫ്രണ്ടിലാണ്. എക്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈറ്റിലെ ഒരു ലീഡിങ് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു ഷോറൂമാണ്. ഇവിടെ എല്ലാ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കിട്ടും. ഹോം അപ്ലയൻസും എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് എടുക്കാൻ വരുന്നത് എന്നുള്ള കാര്യം. എന്തെങ്കിലും സംതിങ് ഇലക്ട്രോണിക്സ് ആയിരിക്കുമല്ലോ. ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോവുകയാണ്. നമുക്കിതിനെ അവിടെ വെച്ച് കാണാം. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഗോപ്രോ 7 ഉണ്ട്, 8 ഉണ്ട്. നമ്മളെടുക്കാൻ പോകുന്നത് ഗോപ്രോ 9 ആണ്. ഓക്കെ, താരതമ്യേന ഞാൻ പല ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്കും ഇവിടെയാണ് കുറച്ച് പ്രൈസിന് കുറച്ച് കുറവുണ്ട്. ഇവിടെ ഗോപ്രോയ്ക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് എക്സൈറ്റ് അൽഗാനിയം. സോ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഐറ്റം എത്തിയിട്ടുണ്ട്. കുറേ നാളായി ഗോപ്രോ എന്ന് കേൾക്കുന്നു. ഇന്നാ കാണുന്ന സാധനം കൈ കിട്ടിയത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്നാക്കി. ഇതിൻ്റെ അൺബോക്സിംഗ് ഉണ്ടായിരിക്കും. ഐ ജസ്റ്റ് നീഡ് എ കാർ മോഡ് ഓൾസോ. ആള് ഹാപ്പിയായി. നമ്മൾ ഈ പെണ്ണുങ്ങളെ തുണിക്കടയിലും സ്വർണ്ണക്കടയിലും അല്ലെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാകുന്നത് പോലെ പുള്ളിക്ക് എക്സൈറ്റിലങ്ങ് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി. സോ അങ്ങനെ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മളെടുത്ത ഗോപ്രോ ഇന്ന് അൺബോക്സ് ചെയ്യുവാണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഗോപ്രോ 7, 8 എല്ലാം ഇറങ്ങിയപ്പോഴും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത്. ഗോപ്രോ 9 ഒത്തിരി നല്ല ഫീച്ചേഴ്സുള്ള ഒരു പ്രൊഡക്റ്റാണിത്. മീൻസ് നമുക്ക് സ്റ്റെബിലൈസേഷനും ക്യാമറ സ്റ്റെബിലൈസേഷനും 4K 5K വരെ വീഡിയോ ഉള്ളതും ലോങ് ബാറ്ററി ലൈഫും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തവണ ഗോപ്രോ 9 അവർ ഇറക്കിയേക്കുന്നത്. ഇതുവരെ ഞാൻ അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യാനുള്ള റാപ്പുണ്ട് ഇതിൻ്റെ താഴെ ഇവിടെ. സോ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസിലാണ് ഈ ഗോപ്രോ വന്നേക്കുന്നത്. ഏകദേശം ഈ ഒരു ബോക്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി വേറെ ഐറ്റംസ് ഒന്നും കാണിയല്ല. കാരണം ഏകദേശം ഇതിൻ്റെ ബോക്സ് വരുന്നത് ഈ രീതിയിലാണ്. ചില ടൈമിലൊക്കെ ഇവർ ഓഫർ കൊടുക്കാറുണ്ട്. അതായത് കംപ്ലീറ്റ്ലി എല്ലാം കൂടെ കൂടിയത് കാർ മൗണ്ടും ഇതിൻ്റെ ഹാൻഡിലും എല്ലാം കൂടെ കൂടിയുള്ള ഓഫർ കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗോപ്രോ 9. ഗോപ്രോ 8-നേക്കാളും കുറച്ചും കൂടെ വലിയ മോഡലാണ്. പക്ഷേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീനുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ്. ഇതിന് മുമ്പിൽ അഴിച്ചു മാറ്റിയിട്ട് വേറെ ലെൻസുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പിലത്തെ ഗോപ്രോ 8-നൊന്നും ആ ഒരു ഫെസിലിറ്റി ഇല്ല. കാരണം ഈ ഒരു പോർഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീഫിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ 5K വീഡിയോ വരെ ഷൂട്ട് ചെയ്യാം. പക്ഷേ 5K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. 4K നല്ല ക്ലാരിറ്റിയാണ് ഇതിന് കിട്ടുന്നത്. കൂടുതലും ഔട്ട്ഡോർ ക്ലാരിറ്റിയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇൻഡോറിൽ ലൈറ്റിൻ്റെ ഒരു വിഷയം ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാം. ISOയും മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മാറ്റാം. ഇതിനകത്ത് നമുക്കിതിപ്പം ഇത് റിമൂവ് ചെയ്യാം. അത് താരതമ്യേന ഇതിന് ഒരു ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ എടുക്കാനും എല്ലാത്തിനുമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈസി ടു ഹാൻഡിലാണ്. ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറും കൂടെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ കംഫോർട്ടാണ്. ഇതിലാണ് നമ്മൾ ട്രൈപോഡ് ഇത് സ്റ്റാൻഡ് ചെയ്ത് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഈ ഒരു പോർഷനിലാണ്. ഇവിടെയാണ് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഇടുന്ന ഭാഗം ഇതാണ്. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ബാറ്ററി ഇട്ട് ഇത് അണ്ടർ വാട്ടറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി വാട്ടർ കേസ് നല്ലപോലെ ടൈറ്റായിട്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിനി ഇതിൻ്റെ ഓൺ ആക്കുകയാണ്. ഇതാ ഓൺ ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ സ്ക്രീൻ നമ്മളിങ്ങനെ തെളിഞ്ഞു വരും.
അതുപോലെ തന്നെ ഫ്രണ്ടിലും സ്ക്രീൻ വരുന്നുണ്ട്. ടച്ചാണ് കേട്ടോ, ഇത് കംപ്ലീറ്റ്ലി ടച്ചാണ്. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ടച്ചാണിത്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചാർജർ വരുന്നുണ്ട്. സ്റ്റെബിലിറ്റി, നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട് ഇത്. അതായത് നമ്മളിപ്പം ഓടുന്ന സമയത്തായാലും നടക്കുന്ന സമയത്തായാലും ഇത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊക്കെ. കാരണം ഇത് ഫസ്റ്റ് ടൈം യൂസാണ്. ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. സീ യു സൂൺ.